ഇവിടെ നമ്മുടെ നാട്ടിൽ ചില മുസ്ലിം സംഘടനകൾ SIRന്റെ പേരിൽ നുണപ്രചരണങ്ങൾ സംഘടിപ്പിക്കുകയാണ്. പണ്ട് CIA കാലത്ത് പറഞ്ഞതുപോലെ മുസ്ലിങ്ങൾക്ക് പൗരത്വം നഷ്ടപ്പെടും, വോട്ടർ പട്ടികയിൽ നിന്ന് മുസ്ലിങ്ങളെ ഒഴിവാക്കുമെന്നുള്ള പച്ചക്കള്ളമാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. ഇത് CIAക്ക് എതിരെ നടത്തിയ പ്രചരണം പോലെ ഒരു നുണപ്രചരണമാണ്. അവരോട് പറയാനുള്ളത് വെറുതെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരെ ഭയപ്പെടുത്തരുത് എന്നുള്ള താഴ്മയാണ്, അപേക്ഷയാണ് ഞങ്ങൾക്ക് അവരോടുള്ളത്. പക്ഷേ പട്ടികയിൽ നിന്ന് ചിലരെ നമ്മൾ ഒഴിവാക്കും. ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയവരെ, റോഹിംഗ്യൻകാരെ കള്ള ആധാർ കാർഡ് ഉണ്ടാക്കി ബംഗാളിലും ബീഹാറിലും വിശേഷിച്ച് കേരളത്തിലും വോട്ടർ പട്ടികയിൽ പോലും കടന്നു കയറിയിട്ടുള്ള ആളുകൾ ഉണ്ട്. അവരെ ഉറപ്പായിട്ടും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ വലിയ വോട്ടർ പട്ടിക പരിഷ്കാരം നടക്കുന്നത്. ഇതിനെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്നൊരു പ്രചരണം എന്താണ്? അദ്ദേഹം പറയുന്നത് ബ്രസീലിലെ ഒരു മോഡൽ നമ്മുടെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടു, വോട്ട് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. സത്യത്തിൽ ഇന്ത്യൻ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിൽ എനിക്ക് പരിചയമുള്ള ഓർമ്മയുള്ള ഒരു വിദേശ പൗര, ഒരു വിദേശ വനിത നമ്മുടെ വോട്ടർ പട്ടികയിൽ പണ്ട് കടന്നുകൂടിയിട്ടുണ്ട്. അത് കോൺഗ്രസിൻ്റെ കാലത്താണ്. ഈ രാഹുൽ ഗാന്ധിയുടെ അമ്മ സോണിയാഗാന്ധി ഇവിടെ കെട്ടിച്ചു കൊണ്ടുവന്ന ഉടനെ അവർക്ക് പൗരത്വമില്ല. പക്ഷേ പൗരത്വം കിട്ടുന്നതിന് മുമ്പിൽ ഇന്ത്യൻ വോട്ടർ പട്ടികയിൽ കോൺഗ്രസിൻ്റെ പ്രതാപകാലത്ത് സോണിയാഗാന്ധിയുടെ പേരുണ്ടായിരുന്നു. അവർ വോട്ട് ചെയ്തിട്ടുണ്ടാവാം. അതുപോലുള്ള കോൺഗ്രസിൻ്റെ കാലത്തുണ്ടാക്കിയിട്ടുള്ള വോട്ടർ പട്ടികയിലെ അബദ്ധങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ തീവ്ര പരിഷ്കരണം ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നത്. രാഹുൽ ഗാന്ധി ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ, നമ്മുടെ ഇന്ത്യയിലെ, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യത്തെ തന്നെ അപമാനിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ കോർപ്പറേഷനിലെ വികസനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. കോർപ്പറേഷനിലെ വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം പുറത്തു വരുന്ന വിഷയം എന്താണെന്നറിയോ? 140 കോടി രൂപക്ക് നമ്മുടെ ആയിക്കരയല്ല, മരക്കാർക്കണ്ടിയിൽ ഒരു സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് കേന്ദ്ര ഗവൺമെൻറ് നൽകിയിട്ടുണ്ട്. അമൃത പദ്ധതിക്ക് പുറമെ സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ്റെ ഗ്രാൻറ്റും ഉൾപ്പെടെ ഈ 140 കോടിയിൽ 70 കോടിയും കേന്ദ്ര ഗവൺമെൻറ്റേതാണ്. ആ പദ്ധതി ഇപ്പോൾ സ്തംഭിച്ചിരിക്കുകയാണ്. അതിന് ഉത്തരവാദി ആരാന്നറിയോ? മുസ്ലിം ലീഗും CPM തമ്മിൽ കമ്മീഷന് വേണ്ടിയിട്ട് വടംവലിയാണ്. മുസ്ലിം ലീഗും അതുപോലെ തന്നെ മേയറും CPM തമ്മിൽ ഈ പ്രൊജക്റ്റിൻ്റെ പേരിൽ തമ്മിലടിച്ചിട്ട് ആ പദ്ധതി ഇല്ലാതാകാൻ പോവുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ഓവുചാലിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളാണ്. അത് ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് എല്ലാ നഗരങ്ങൾക്കും സമഗ്രമായ ശാസ്ത്രീയമായ പദ്ധതികൾ നൽകിയാണ്. പക്ഷേ ഇവിടെ KK രാഗേഷ് പറയുന്നു, കോൺട്രാക്ടറെ ഞാൻ കണ്ടു. മിസ്റ്റർ KK രാഗേഷ്, കോൺട്രാക്ടറെ കാണാൻ നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താണ് ഔദ്യോഗിക പദവി? CPMൻ്റെ ജില്ലാ സെക്രട്ടറിയാണോ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാനിൻ്റെ കോൺട്രാക്ടറോട് സംസാരിച്ച് ആ പ്രശ്നത്തിൽ ഇടപെടേണ്ടത്? മുസ്ലിം ലീഗ് പറയുന്നു രാഗേഷ് കമ്മീഷൻ ചോദിച്ചു, അതുകൊണ്ടാണ് ഇത് തടസ്സപ്പെട്ടത്. KK രാഗേഷ് പറയുന്നു ഈ മുസ്ലിം ലീഗ് കമ്മീഷൻ ചോദിച്ചു, അതുകൊണ്ടാണ് തടസ്സപ്പെട്ടത്. ഈ നാട്ടിലെ വോട്ടർമാർക്ക് മുമ്പിൽ ഈ വിഷയം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഈ കണ്ണൂരിലെ വികസനം മുഴുവൻ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കാഴ്ചപ്പാടുമില്ല. ഉദാഹരണത്തിന് ഇന്ത്യയിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും അമൃത പദ്ധതിയിൽ വിമാനത്താവളങ്ങൾ പോലെ മനോഹരമായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ പയ്യന്നൂർ നോക്കൂ, തലശ്ശേരി ഡെവലപ്മെൻറ്റ് നടക്കുന്നു, വടകര പൂർത്തിയായി, കോഴിക്കോട് ദ്രുതഗതിയിൽ നടക്കുന്നു. എന്തേ കണ്ണൂർ നടക്കാത്തത്? കണ്ണൂരിലെ റെയിൽവേ സ്റ്റേഷൻ വികസനം തടസ്സപ്പെടുത്തിയത് രണ്ടാളാണ്. രണ്ട് MP മാരാണ്. ഒന്ന് CPMൻ്റെ ശിവദാസൻ, രണ്ട് കോൺഗ്രസിൻ്റെ സുധാകരൻ. ഇവിടുത്തെ IOCയുടെ ആ ഓയിൽ പ്ലാന്റ് അവിടുന്ന് മാറ്റണം, എങ്കിൽ മാത്രമേ ഈ നഗരത്തിലെ ജനങ്ങളുടെ ജീവന സുരക്ഷിതത്തുള്ളൂ, റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം യാഥാർത്ഥ്യമാകൂ എന്ന് പറഞ്ഞ്
ഞാൻ പാർലമെൻറ്റ് മെമ്പറായപ്പോൾ കത്ത് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഘട്ടം ഘട്ടമായി മാറ്റുമായിരുന്നു. അത് ഘട്ടം ഘട്ടമായി IOC മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ശിവദാസൻ MP-യും സുധാകരൻ MP-യും കത്ത് കൊടുത്ത് അതിനെ തടസ്സപ്പെടുത്തി വൈകിപ്പിക്കുകയാണ് ചെയ്തത്. അവസാനം ശക്തമായി രാജീവ് ചന്ദ്രശേഖർ തന്നെ ഇടപെട്ട് അതിപ്പോൾ പൂർണ്ണമായി മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം വൈകിപ്പിച്ചവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യുമോ എന്നാണ് ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. LDF-ഉം UDF-നും കണ്ണൂരിൻ്റെ വികസനത്തെ സംബന്ധിച്ച് യാതൊരു കാഴ്ചപ്പാടുമില്ല. വിനോദിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഉപരോധ സമരത്തിൽ ഞങ്ങൾ പറഞ്ഞതാണ് ശരി. ഈ കണ്ണൂരിനെ നരകമാക്കി മാറ്റിയവരിൽ നിന്ന് ഈ കണ്ണൂർ രക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്.